ഹായ് ഓൾ, വെൽക്കം ടു എൽസൂസ് കളക്ഷൻസ്. ഇന്ന് നമുക്കൊരു അയലക്കറിയുടെ റെസിപ്പി കണ്ടാലോ. ഇതും ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ കോട്ടയം സ്റ്റൈൽ മീൻകറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. 1/2 കിലോ അയലയാണ് ഞാൻ എടുക്കുന്നത്. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും പിന്നെ കുറച്ച് ചുവന്നുള്ളി, ഒരു 8-10 ചുവന്നുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് നമുക്കതൊന്ന് ഉപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഒന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മളുടെ കുടംപുളി ഇട്ടാണ് ഞാൻ ഈ മീൻ കറി വെക്കുന്നത്. അപ്പോൾ എൻ്റെ കുടംപുളിക്ക് അത്യാവശ്യം നല്ല ഉറയുള്ള പുളി ആയതുകൊണ്ട് 2 കഷ്ണം പുളിയും ചേർത്ത് നമുക്കിത് തിളപ്പിക്കാൻ വെച്ചാൽ തിളച്ച് കഴിയുമ്പം നമുക്ക് മീൻ കഷ്ണം അതിലോട്ട് പെറുക്കിയിടാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 15 to 20 മിനിറ്റ്സ് വേവിച്ചെടുക്കുമ്പോൾ നമ്മളുടെ കറി റെഡിയാകും. അതിനിടയ്ക്ക് ഉപ്പ് വല്ലതും കുറവുണ്ടോ എന്ന് നോക്കി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ട്രൈ നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.